ഈ ക്വസ്റ്റ്യൻ നോക്കാം. 3 coins are tossed once. 3 coins are tossed once. Let A denote the event 3 heads show. B denote the event 2 heads and 1 tail show. C denote the event 3 tails show. And D denote the event A head shows on the first coin. Which events are mutually exclusive, simple and compound? ഇതെന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഓരോ ഇവൻറ്റ്സ് 1 by 1 ആയിട്ട് എഴുതാം. ശരിയല്ലേ? ഇവിടെ സാമ്പിൾ സ്പേസ് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. 3 കോയിൻസ് ടോസ് ചെയ്തു. സാമ്പിൾ സ്പേസ് എഴുതണമെന്നില്ല. എക്സോസ്റ്റീവ് ഇവൻറ്റിൻ്റെ പ്രോബ്ലം വരുമ്പോൾ സാമ്പിൾ സ്പേസിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ എക്സോസ്റ്റീവ് ചോദിച്ചിട്ടില്ല. 3 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് 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 വരാം. ആദ്യത്തെ കോയിൻ ഹെഡ്, രണ്ടാമത്തെ കോയിൻ ഹെഡ്, മൂന്നാമത്തും ഹെഡ്. എച്ച് എച്ച് ടി വരാം. ഫസ്റ്റ് കോയിൻ ഹെഡ്, സെക്കൻഡ് കോയിൻ ഹെഡ്, മൂന്നാമത്തെ കോയിൻ ടെയില്. അങ്ങനെ എഴുതി പൊക്കോട്ടെ. എച്ച് ടി എച്ച് അറിയാമല്ലോ എന്താണെന്നുള്ളത്. ടി എച്ച് എച്ച്, എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്, ടി ടി ടി. ഇതാണ് സാമ്പിൾ സ്പേസ്. ഇത് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ എഴുതാണ്. എന്നിട്ട് ഇവിടെ എ ബി സി ഡി 4 ഇവൻറ്റ്സുകൾ പറയുന്നുണ്ട്. ഓരോന്നും എഴുതാം. എഴുതുമ്പോൾ സാമ്പിൾ സ്പേസിന് പുറത്തോട്ട് പോകരുത്. എ നോക്കാം. 3 heads ഷോ. 3 കോയിൻ ടോസ് ചെയ്താൽ 3ഉം ഹെഡ് ആവണം. അതാണ് എ. എ ഡിനോട്ട് ദ ഇവൻറ്റ് 3 ഷോസ് ഹെഡ്. അപ്പോൾ ഹെഡ് 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 3 ഹെഡ് കാണിക്കണം. അതാണ് എ. ബി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 heads and 1 tail. ഓർഡർ പ്രശ്നമില്ല. 3 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹെഡും 1 ടെയിലും കിട്ടണം. അത് എച്ച് എച്ച് ടി വരാം. കാരണം 2 ഹെഡും 1 ടെയിലാവുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എച്ച് ടി എച്ച് വന്നാലോ? അപ്പോഴും 2 ഹെഡും 1 ടെയിലുണ്ട്. അല്ലെങ്കിൽ ടി എച്ച് എച്ച് വരാം. അപ്പോൾ എയും ബിയും എഴുതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 heads and 1 tail. അത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ എഴുതേണ്ടത്? സി അല്ലേ? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 tail ഷോ. വായിച്ചു നോക്കിയാൽ സി എന്ന് പറഞ്ഞാൽ 3 tails ഷോ. 3 ടെയിലാവണം. ടി ടി ടി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഹെഡ് ഷോസ് ഓൺ ദ ഫസ്റ്റ് കോയിൻ. ഫസ്റ്റ് കോയിനിൽ ഹെഡ് വീഴണം. ഡി ഡിനോട്ട് ദ ഇവൻറ്റ് എ ഹെഡ് ഷോസ് ഓൺ ദ ഫസ്റ്റ് കോയിൻ. ഫസ്റ്റ് കോയിൻ ഹെഡ് ആയിരിക്കണം. ബാക്കിയുള്ളത് എന്ത് വന്നാലും കുഴപ്പമില്ല. അതല്ല അതിൻ്റെ അർത്ഥം. ഫസ്റ്റ് കോയിൻ ഹെഡ് ആവണം. ബാക്കിയുള്ളത് എന്ത് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തേത് എച്ച് ഫിക്സ് ചെയ്തിട്ട് വരുന്ന പോസിബിലിറ്റീസ് നമ്മൾ എഴുതാം. ഇതൊക്കെയല്ലേ ആദ്യത്തെ ഹെഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. സെക്കൻഡും തേർഡും എച്ച് എച്ച് ആവാം, എച്ച് ടി ആവാം, ടി എച്ച് ആവാം, ടി ടി ആവാം. എ ബി സി ഡി എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ട് വരുന്നത്? എസ് നോക്കണ്ട. എ ബി സി ഡി എന്ന് പറഞ്ഞ 4 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റിൽ എന്ന് നോക്കി. എക്കും ബിക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എക്കും ബിക്കും കോമൺ ആയിട്ടില്ല. ഇവിടെ എച്ച് 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 ആണ്. ഇവിടെ അതില്ല. എക്കും ബിക്കും കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇനി എക്സ്ക്ലൂസീവ്. ഇനി അതേപോലെ എ ഇൻ്റർസെക്ഷൻ സി നോക്കി. നമ്മളെല്ലാ പെയർ എടുക്കണം. എ ഇൻ്റർസെക്ഷൻ സി നൾ സെറ്റാണോ? എ എന്ന് പറഞ്ഞാൽ എച്ച് എച്ച് എച്ച്, സി എന്ന് പറഞ്ഞാൽ ടി ടി ടി. എക്കും സിക്കും കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ എ ആൻഡ് സി ഓൾസോ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇനി എയും ഡിയോ? എയിൽ എച്ച് 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 ഉണ്ട്, ഡിയിലുണ്ട് എച്ച് എച്ച് എച്ച്. അപ്പോൾ അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ഡി നൾ സെറ്റ് അല്ല, അതുകൊണ്ട് അത് വരില്ല.
ഇനി ബി ഇൻ്റർസെക്ഷൻ എ ഓൾറെഡി പറഞ്ഞല്ലോ, ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി തന്നെയാണ്. ഇനി ബിക്കും സിക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ബിക്കും സിക്കും കോമൺ ആയിട്ട് ഇല്ല. ബിയിൽ വന്ന എലമെൻറ്റ് നോക്കാം, സിയിൽ വന്ന എലമെൻറ്റ് നോക്കാം. ബിക്കും സിക്കും കോമൺ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ബിയും സിയും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. നമ്മളെല്ലാ പേരും എടുക്കണം. ബിയും ഡിയും നോക്കിയേ, ബിയും ഡിയും നൾ സെറ്റ് അല്ല. കാരണം HHT ഇവിടെ വന്നിട്ടുണ്ട്, HHT അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറ്റൂല. ഇനി നമുക്ക് സിയും ഡിയും നോക്കാം. സിയും എയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞതാ, സിയും ബി ഒക്കെ ചെക്ക് ചെയ്തതാ. സിയും ഡിയും നോക്കാം. സിക്കും ഡിക്കും കോമൺ ആയിട്ടൊന്നുമില്ല എന്ന് കണ്ടാൽ അറിയാലോ. സിക്കും ഡിക്കും കോമൺ ആയിട്ട് ഒന്നുമില്ല. നോക്ക്, ടി ആണ്. അപ്പോൾ സി ആൻഡ് ഡി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ക്ലിയർ ആയാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? സിമ്പിൾ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് മാത്രം വരുന്നത്. സിംഗിൾ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ എലമെൻറ്റ്, ഒരു എലമെൻറ്റ് മാത്രം ഇവൻറ്റിൽ വരുമ്പോൾ അത് സിമ്പിൾ ഇവൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ സിമ്പിൾ ഇവൻ്റ് ഈ ABCDയിൽ ഏതൊക്കെയാണ് സിമ്പിളായിട്ട് വരുന്നത്? എക്കകത്ത് ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതൊരു സിമ്പിളാണ്. സിക്കകത്ത് ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതും സിമ്പിളാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ പഠിച്ച പോലത്തെ കോമ്പൗണ്ട് അല്ലേ, ഒന്നിൽ കൂടുതൽ വരുമ്പോൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സിമ്പിൾ അല്ലാത്തത് അല്ലേ, അപ്പോൾ അത് ബി കോമ്പൗണ്ടാണ്. കോമ്പൗണ്ട് വരുന്നത് ബി കോമ്പൗണ്ടാണ്, ഡിയും കോമ്പൗണ്ടാണ്. ഇത്രയേ ഉള്ളൂ.